Hello friends, കേരളത്തിലെ തന്നെ one of the best PSC academy ആയിട്ടുള്ള PSCtalks MEDICOS ജോയിൻ ചെയ്തുകൊണ്ട് ടാർഗറ്റ് ഗവൺമെന്റ് നഴ്സിംഗ് ജോബ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനകം ഒരു ഒട്ടനവധി പേര് അതിലേക്ക് അഡ്മിഷൻസ് എടുക്കുകയും നല്ല രീതിക്ക് ക്ലാസ്സസും മെന്റർഷിപ്പും നോട്ട്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. സോ അപ്പോൾ ഇനിയും ആരെങ്കിലും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ ഒരു ഗവൺമെന്റ് ജോലി നഴ്സിംഗ് ഫീൽഡിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു ടാർഗറ്റ് ഗവൺമെന്റ് നഴ്സിംഗ് ജോബ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം. സോ അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. സോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിംഗ് ആണ് വരുന്നത് നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്കുള്ളത്. സോ അപ്പോൾ അതിങ്ങനെ 6 മാസം കൂടുമ്പോൾ എക്സാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഏത് പോസ്റ്റിംഗ് ആണെങ്കിലും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മന്ത്സിനുള്ളിൽ എക്സാംസ് നടക്കുകയും പിന്നെ ഒരു 1-2 മാസത്തിനുള്ള റിസൾട്ട്സ് അനൗൺസ് ചെയ്ത് എല്ലാ ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസം കൂടുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ വേക്കൻസീസ് വിളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ എക്സാമിന് അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പഠിത്തം തുടങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിത്തം നിർത്തിവെക്കുകയോ നമുക്ക് വേണ്ട. എന്താണ്, നിങ്ങൾ എപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് സെയിം സിലബസ് തന്നെയാണ് ആൾമോസ്റ്റ് എല്ലായിടത്തും ചോദിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് RRBയുടെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബാക്ക് മസാജ്? ബാക്ക് മസാജ് അല്ലാത്തത് ഏതാണ് ഈ ഓപ്ഷൻസിൽ എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ആദ്യ ചോദ്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ്ലറേജ് ആണ്. ഓക്കെ, എഫ്ലറേജ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ സോക്കിംഗ്, തേർഡ് ഓപ്ഷൻ ടേപ്പിംഗ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് പെട്രിസേജ് ആണ്. സോ അപ്പോൾ ഇതിൽ 4 ഏതാണ് ഒരു മസാജ് രീതി അല്ലാത്തത്? ബാക്ക് മസാജിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലാത്തത് ഏതാണെന്നാണ് അല്ലേ. സോ അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ബി സോക്കിംഗ് ആണ് ശരി ഉത്തരം അല്ലേ. സോ അപ്പോൾ നമുക്കറിയാം എഫ്ലറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മസാജ് പോലെ നമ്മൾ ബാക്കിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഒരു നമ്മുടെ കൈ വന്നിട്ട് മുതുകിന് പാരലായിട്ട് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയാണ് എഫ്ലറേജ് എന്ന് പറയുന്നത്. ആൻഡ് ടാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പാദങ്ങളുടെ ഈ സൈഡ് അല്ലേ, മീഡിയൽ സൈഡ് ഓഫ് ദി പാംസ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ എന്ത് ചെയ്യുന്നു, ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് ടാപ്പിംഗ്. സോ അപ്പോൾ അതും വൺ ഓഫ് ദി മസാജിങ് ബാക്ക് മസാജിങ് രീതിയാണ് നമുക്ക് മനസ്സിലാവും. ആൻഡ് പെട്രിസേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ പോകത്തില്ലേ. സോ അപ്പോൾ ആ ഒരു രീതിയാണ് നമുക്ക് പെട്രിസേജ്. സോ അപ്പോൾ അത് 3 എന്താണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ബാക്ക് മസാജ് ആണ്. സോ അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള സോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ശരി ഉത്തരം. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ബാക്ക് മസാജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സോക്കിംഗ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആർ എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ടു പ്രൊട്ടക്ട് ദ ഡാഷ്. സോ അപ്പോൾ ഓപ്ഷൻസ് നമുക്കുള്ളത് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻ്റ് റിലേറ്റീവ്സ് ആൻഡ് ജനറൽ പബ്ലിക്. സോ അപ്പോൾ ഈ ഒരു യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ഹൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉള്ളത്? അതോ പേഷ്യൻസിനെയാണോ, പേഷ്യൻ്റ് റിലേറ്റീവ്സിനെയാണോ, അതോ ജനറൽ പബ്ലിക്കിനെയാണോ എന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആരെയാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ കോവിഡ് റീസെൻ്റ് ആയിട്ട് വന്നൊരു പാൻഡമിക് ആണ് അല്ലേ. സോ അപ്പോൾ അത് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ നമുക്കറിയാം ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, കൂടുതൽ അതിന് പ്രോൺ ടു ഗെറ്റ് ഇൻഫെക്റ്റഡ് അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അവർക്ക് എന്താണ് അസുഖബാധിതരുമായിട്ടൊക്കെ ഇടപഴകാനുള്ള സാഹചര്യം വരുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ അപ്പോൾ ഒരാളെ എന്താണ് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവർക്ക് ആ ഇൻഫെക്ഷൻ കിട്ടി, ദേ ആർ ഗോയിങ് ടു സഫർ അല്ലേ. സോ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഇറങ്ങണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലാം ഉള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം PP കിറ്റ് അല്ലേ, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് അല്ലേ. സോ അപ്പോൾ ആ ഒരു കിറ്റ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്, ഗ്ലാസസ് ധരിക്കുന്നത്, ഗ്ലൗസസ്,
ഹാൻഡ് വാഷിങ്. സോ ഇതെല്ലാം എന്താണ്, സാനിറ്റൈസേഷൻ, ഇതെല്ലാം ടു പ്രൊട്ടക്ട് ദി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണ്. സോ അപ്പോൾ അവർക്ക് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാലുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പേഷ്യൻ്റ് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ലിമിറ്റ് അല്ലേ. പക്ഷേ ഈ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അവിടെ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിലേക്കും ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ആർ ദയർ. സോ അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇമ്പാക്റ്റും കൂടി ഉണ്ടാവാതിരിക്കാനും അവരുടെ പേഴ്സണൽ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ എന്താണ്, ടു പ്രൊട്ടക്ട് ദി ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ നോട്ട് ദ പേഷ്യൻ്റ് റിലേറ്റീവ്സ് ആൻഡ് ജനറൽ പബ്ലിക്. ഓക്കെ, സോ the third question എന്ന് പറയുന്നത് a condition of the inner ear characterized by the episodic vertigo, tinnitus and sensory neural hearing loss is referred to as. so അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും കൂടി ചേർന്ന് വരുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ്റെ പേര് എന്താണ്, ഏതാണ് ആ കണ്ടീഷൻ? ഓട്ടൈറ്റിസ് മീഡിയ ആണോ, നിസ്റ്റാഗ്മസ് ആണോ, മെനിയേഴ്സ് ഡിസീസ് ആണോ, ഓട്ടോസ്ക്ലെറോസിസ് ആണോ? സോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ മെനിയേഴ്സ് ഡിസീസ് ആണ് റൈറ്റ് ആൻസർ, മെനിയേഴ്സ് ഡിസീസ്. സോ അപ്പോൾ മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 3 സിംറ്റംസ് ആണ് മെയിൻലി നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്, വെർട്ടിഗോ അല്ലേ. വെർട്ടിഗോ എന്ന് പറയുമ്പോൾ തലകറക്കം ഉണ്ടാവും, എപ്പിസോഡിക് വെർട്ടിഗോ ആയിരിക്കും. നെക്സ്റ്റ് ടിനിറ്റസ് എന്ന് പറയുമ്പോൾ റോറിങ് ഇൻ ഇയേഴ്സ് ആണ്, ചെവിയിനുള്ളിൽ ഒരു എരച്ചിലും ശബ്ദവും മുഴക്കവും ഒക്കെ ഉണ്ടാവും. ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, ചെവി കേൾവി കുറവുണ്ടാവും. സോ അപ്പോൾ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ ഇയറിൻ്റെ ബാലൻസ് പോവുക എന്നൊക്കെ നമ്മൾ നോർമലി പറയും അല്ലെ. ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം എന്നൊക്കെ നമ്മൾ ലെയ്മൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുമെങ്കിലും നമുക്ക് എന്താണ്, എപ്പിസോഡിക് വെർട്ടിഗോ തലകറക്കം, ടിനിറ്റസ് റോറിംഗ് ഇൻ ഇയേഴ്സ് ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, ഈ 3 സിംറ്റംസും ഒരു പേഷ്യൻറ്റിന് കാണാൻ പറ്റുകയാണെങ്കിൽ ദ ഡയഗ്നോസിസ് ഈസ് എന്താണ്, മെനിയേഴ്സ് ഡിസീസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓട്ടൈറ്റിസ് മീഡിയ നമുക്കറിയാം അല്ലേ, ഇൻഫെക്ഷൻ ആണ്, ഇയർ ഇൻഫെക്ഷനെയാണ് നമ്മൾ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് എന്താണ്, നിസ്റ്റാഗ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് അല്ലേ. സോ അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു അവർ ഇയേഴ്സ്, സോ അപ്പോൾ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഐ അല്ലേ. സോ അപ്പോൾ ഒരു റാപ്പിഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സിഗ്സാഗ് മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ് ഓഫ് ദി ഐ ബോൾ, അതിനെയാണ് നമ്മൾ നിസ്റ്റാഗ്മസ് എന്ന് വിളിക്കുന്നത്. സോ ഓട്ടോസ്ക്ലെറോസിസ് എന്താണെന്ന് നമുക്കറിയാം. സോ അപ്പോൾ മെനിയേഴ്സ് ഡിസീസ് അതാണ് റൈറ്റ് ആൻസർ. സോ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 സിംറ്റംസ് ആണ്, മെയിൻലി 3 സിംറ്റംസ് ആണ്, എപ്പിസോഡിക് വെർട്ടിഗോ, ടിനിറ്റസ് ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ the diagnosis is most probably Meniere's disease ആയിരിക്കും. Okay, and the fourth question. So growth hormone will be secreted by which of the following endocrine glands? അപ്പോൾ endocrine glandsൽ ഏത് endocrine gland ആണ് നമുക്ക് growth hormone എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? So growth hormone will be secreted by which of the following endocrine glands? ഓപ്ഷൻസിൽ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഓവറീസ് ആൻഡ് ടെസ്റ്റസ്. സോ അപ്പോൾ നമുക്കിതിൽ ഈസിലി ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലേ. സോ അപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓപ്ഷൻസ്, പക്ഷേ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അഡ്രിനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഡ്നിയുടെ തൊട്ട് മുകളിലായിട്ടുള്ള ഗ്ലാൻസ് ആണ്. ആൻഡ് ഓവറീസും ടെസ്റ്റസും നമ്മുടെ ഗൊണാഡൽസ് ആണ്, ഗൊണാഡ്സ് ആണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറീസ് ടെസ്റ്റസിലേക്ക് നമുക്ക് കൂടുതൽ പോകേണ്ടതില്ല അല്ലേ. സോ അപ്പോൾ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓവറീസും ടെസ്റ്റിസും നമ്മുടെ എന്താണ്, ഗൊനാഡ്സ് ആണ്. സോ അപ്പോൾ കുറച്ചും കൂടി ജെനിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ എന്താണ്, സെക്ഷുവൽ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷുവൽ ഫംഗ്ഷനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹോർമോൺസ് ആയിരിക്കും ഓവറീസും ടെസ്റ്റിസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കോമൺ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്ക്ലൂഡ് ദാറ്റ് 2 പോയിന്റ്സ് അല്ലേ, 2 ഓപ്ഷൻസ്. സോ ഇനിയുള്ളത് അഡ്രിനലും പിറ്റ്യൂട്ടറി ആണ്. സോ അപ്പോൾ പിറ്റ്യൂട്ടറിയിലേക്ക് നമുക്ക് ഈസിലി എത്താനായിട്ട് പറ്റും അല്ലേ. സോ അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. സോ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ദി ഗ്ലാൻഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ, അഡ്രിനൽ ഗ്ലാൻഡ് അല്ല. ഓക്കെ, സോ അപ്പോൾ പിറ്റ്യൂട്ടറി തന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ലോബ്സ് ഉണ്ട്. സോ അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട്. സോ അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ചിലപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു എന്താണ് ആൻസർ കറക്റ്റ്ലി. സോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പിറ്റ്യൂട്ടറി എന്ന് വേഗമായിട്ട് പഠിക്കാതെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് തന്നെ പഠിച്ചു വെക്കുക. സോ ഓക്കെ, സോ അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻറ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഓർ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നുള്ളത് പഠിച്ചു വെക്കുക. സോ അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഗ്രോത്തിന് അല്ലേ,
നമ്മുടെ ഫിസിക്കൽ ഗ്രോത്തിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഡ്വാർഫിസം. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഡ്വാർഫിസം. സോ അതുപോലെ നമുക്കറിയാം, അത്ഭുതദ്വീപ് സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുഞ്ഞ് ആൾക്കാർ അല്ലേ, പൊക്കം കുറഞ്ഞിട്ടുള്ള ആൾക്കാർ. സോ അവരെയാണ് ഡ്വാർഫ്സ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. അതേ സമയത്ത് എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അല്ലേ, ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുന്നൊരവസ്ഥ. സോ അപ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ജൈജാൻറ്റിസം ഓർ അക്രോമെഗാലി. സോ ഇപ്പോൾ ജൈജാൻറ്റിസമും അക്രോമെഗാലിയും എന്ത് തന്നെയാണ്, ഗ്രോത്ത് ഹോർമോണിൻ്റെ എക്സസ് സെക്രീഷൻ കാരണം ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ്. സോ അപ്പോൾ ഈ അക്രോമെഗാലിയും ജൈജാൻറ്റിസവും തമ്മിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബോണിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നത് എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നൊരു പാർട്ടിലാണ്. സോ അപ്പോൾ ഈ എപ്പിഫൈസിയൽ ഫ്യൂഷൻ നടക്കുന്നതിന് മുന്നെയാണ് ഗ്രോത്ത് ബോണിന് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ആ ഒരു പാർട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, എല്ലുകളുടെ നീളം കൂടില്ല. സോ അപ്പോൾ ഈ ഒരു ഫ്യൂഷന് മുന്നേ നമുക്ക് ഗ്രോത്ത് ഹോർമോണിൻ്റെ ലെവൽ കൂടുന്നുണ്ട് എങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ജൈജാൻറ്റിസം. അതേ സമയത്ത് നമ്മുടെ ആ ഒരു ബോൺസിൻ്റെ എപ്പിഫൈസിയൽ പ്ലേറ്റ് ഫ്യൂസ് ആയി കഴിഞ്ഞു. സോ അപ്പോൾ ഇനി എന്ത് ചെയ്യില്ല, എത്ര ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ആയാലും കൂടുതൽ വന്നാലും ബോണിൻ്റെ നീളത്തിൽ എന്ത് വരില്ല, കൂടുതലാവില്ല. അതേ സമയത്ത് ബോണിൻ്റെ വീതി കൂടും. ഓക്കെ, ദിൽ ഗ്രോ ഇൻ ദെയർ ഡയമീറ്റർ. സോ അപ്പോൾ അതും അങ്ങനെ റിസൾട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത്. അക്രോമെഗാലിയും ജൈജാൻറ്റിസവും എന്ത് തന്നെയാണ്, ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ എക്സസ് ആവുന്നതുകൊണ്ട് വരുന്നത് തന്നെയാണ്. ബിഫോർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് മോസ്റ്റ് പ്രോബബ്ലി ജൈജാൻറ്റിസം ആയിരിക്കും. ആഫ്റ്റർ ഫ്യൂഷൻ ആണെങ്കിൽ അക്രോമെഗാലി. ഓക്കെ, സോ നമുക്ക് ക്ലിയർ ആയി നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. സോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കജൻ ടു ഗ്ലൂക്കോസ് ഈസ് നോൺ ആസ്. സോ അപ്പോൾ ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സിൻ്റെ പേര് എന്താണ്? ഗ്ലൈക്കോലൈസിസ് ആണോ, പ്രോട്ടിയോലൈസിസ് ആണോ, ഗ്ലൈക്കോജെനോലൈസിസ് ആണോ, പ്രോട്ടിയോജിയോലൈസിസ് ആണോ? സോ അപ്പോൾ ഒരു ഗ്ലൈക്കജൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഇസ് എ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ എക്സസ് വരുന്ന ഗ്ലൂക്കോസ് ഈസ് സ്റ്റോർഡ് ഇൻ ദി ബോഡി ഇൻ ദി ഫോം ഓഫ് ഗ്ലൈക്കജൻ, ദാറ്റ് വി നോ അല്ലേ. സോ അപ്പോൾ ആ ഒരു സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കജന് ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്താലേ നമ്മുടെ ബോഡിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ ഗ്ലൈക്കജനെ തിരിച്ച് എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോജെനോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ പറ്റാൻ പോകുന്ന ഒരു മെയിൻ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോലൈസിസ്, പ്രോട്ടിയോലൈസിസും പ്രോട്ടിയോജിയോലൈസിസും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് അതല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ക്ലൂഷൻ വെച്ചിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വരാൻ പോകുന്ന മെയിൻ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ ബി തിങ്കിങ് ദ ആൻസർ വിൽ ബി ഗ്ലൈക്കോലൈസിസ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദ ആൻസർ ഈസ് ഗ്ലൈക്കോജെനോലൈസിസ്. വൈ? ബിക്കോസ് ഈ ഒരു ഗ്ലൈക്കോലൈസിസും ഗ്ലൈക്കോജെനോലൈസിസും ആൾമോസ്റ്റ് സിമിലർ ആണ്, ബട്ട് ദർ ഈസ് എ ഡിഫറൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി, അതുകൊണ്ടാണ് അവർ ആ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഗ്ലൈക്കോലൈസിസ് കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വിചാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോലൈസിസ് ആണ്, ഗ്ലൈക്കോലൈസിസ്. സോ അപ്പോൾ ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുക. സോ അപ്പോൾ അങ്ങനെയല്ല, ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കജൻ ടു ഗ്ലൂക്കോസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണ്, അതിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്, ഏത് പ്രോസസ്സാണ്, ഗ്ലൈക്കോജെനോലൈസിസ് ആണ്. എന്നിട്ട് ഈ കൺവേർട്ടായ ഗ്ലൂക്കോസിനെ പിന്നെയും ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോലൈസിസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് എവിടെയുണ്ട്, ഈ ഗ്ലൈക്കോജെനോലൈസിസിലും ഗ്ലൈക്കോലൈസിസിലും ഉണ്ട്. സോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ഇത് ചെയ്യുക. സോ അപ്പോൾ ഇങ്ങനത്തെ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ പഠിക്കുന്നു, അങ്ങനെ അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് കവർ ചെയ്യാനും ഈസിലി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് 4-5 എക്സ്ട്രാ പോയിന്റ്സ്, വേണമെങ്കിൽ 10 പോയിന്റ്സോളം നമുക്ക് പഠിക്കാൻ പറ്റും. സോ അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത്, റിവൈസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കുറേ അധികം എക്സ്ട്രാ പോയിന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അപ്പോൾ ബാക്കി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസോടുകൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.